ഹലോ, ഇന്നൊരു നാടൻ പലഹാരമാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ചട്ടിയപ്പം എന്നാണ് പറയാറ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും ഒരു ചെറിയ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ദോശമാവ് പോലെ അങ്ങ് ലൂസാവണ്ട, അതേ കട്ടിക്ക് നമ്മൾ അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കൈ വെച്ചൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ ലൂസായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്ത് നമുക്കിതേ ചൂടായി വരുമ്പോൾ നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതേ ഒരു ഉരുളെടുത്ത് നമുക്കിതേ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് തന്നെ നല്ലോണം പരത്തിയെടുക്കാം. നമ്മളെ ആവശ്യത്തിനുള്ള കട്ടിക്കും വലുപ്പത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിവിടെ ചട്ടിയപ്പം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതുണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിപ്പ് വടയോ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.